എന്റെ വിദ്യാഭ്യാസ ചെലവെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കാം കേട്ടോ. അവർക്ക് വേണ്ട ഒരു അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവൻ നന്നായി പഠിക്കട്ടെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നന്നായി പഠിപ്പിക്കുക. അസ്സലാമലൈക്കും. ഈ ഭയങ്കര സംഭവമല്ലോ. ഞാൻ ഇവിടുത്തെ MLA ആട്ടോ. MLA തന്നെ എന്താ പറയാ, എനിക്ക് അതെനിക്കറിയാം അല്ലേ? അല്ല, എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഭയങ്കര ആരൊക്കെ ഉള്ള വീട്ടില്, ആരൊക്കെ ഉള്ള? നമ്മളെ പെരിന്തൽമണ്ണന്റെ ബ്രാൻഡ് അംബാസിഡർ കേട്ടോ. ഈ എന്റെ വിദ്യാഭ്യാസ ചെലവെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കാം കേട്ടോ. ഉഷാറായിട്ട് പഠിക്കാന്, യൂണിഫോമിന്, പുസ്തകത്തിന്, എല്ലാ കാര്യവും കേട്ടോ. ഭക്ഷണത്തിന്റെ കാര്യവും ബാക്കി കാര്യങ്ങളും ഞങ്ങളൊന്ന് കൂടി ആലോചിക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോഴുള്ളത് നമ്മുടെ പെരിന്തൽമണ്ണക്കാർ എല്ലാവരും ഒരുപോലെ ഏറ്റെടുത്ത ആസാമിലെ ഗുവാഹട്ടിയിലുള്ള ഒരു മിടുക്കനാണ്. അവനിപ്പോൾ മലയാളം സംസാരിക്കും. ഈ മലയാള നാടിനെ ഒരുപാട് അവൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ബോയ്സ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവൻ ചായ കച്ചവടം ചെയ്ത് അവൻ്റെ ബാപ്പ മരിച്ചുപോയി. അപ്പോൾ അവനിപ്പോൾ അനിയനും പിന്നെ അവൻ്റെ ഉമ്മയും, ഉമ്മ ഒരു രോഗിയാണ്. അപ്പോൾ ഉമ്മയും അനിയനും പിന്നെ ഇവനുമാണുള്ളത്. അപ്പോൾ ആ വീട്ടിലെ കാര്യങ്ങൾ നടക്കാനാണ് അവൻ ഈ ചായ വയ്ക്കാൻ ഇറങ്ങിയത്. അപ്പോൾ ഒരാൾ കണ്ടു, അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി എല്ലാവരും അറിയിച്ചു. ഇപ്പോൾ അവന് നഗരസഭയും MLA ഒക്കെ അവനെ ചേർത്ത് പിടിക്കുകയാണ്. ഇപ്പോൾ MLA വന്നു, അതുപോലെ നഗരസഭ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞു. മോൻ്റെ ആ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കുമോ? എന്താണ് മോനെ ചായ കച്ചവടം ചെയ്തിട്ട് ഇങ്ങനെ ചെറിയൊരു സംഭവത്തിലൂടെ ഇപ്പൊ എല്ലാവരും അറിഞ്ഞു. പിന്നെ എല്ലാവരും വന്നിരുന്ന സഹായമൊക്കെ ചിലർക്കൊക്കെ വെളിയിൽ വരുന്നുണ്ട് സഹായിക്കാനൊക്കെ. പിന്നെ ഈ സ്കൂളിൽ നിന്ന് വന്നതിന് നിങ്ങളെ തന്നെ എല്ലാവരും നമ്മളെ ഇപ്പൊ ഇവിടെ കൊണ്ടുപോടുന്ന ആക്സിഡന്റ് മരിച്ചോ, ഉമ്മാക്ക് സുഖമില്ല. അപ്പൊ ഇനി ഞാൻ ചായ വെച്ചിരുന്നു, കുറച്ചു നേരം ചായ വെച്ചിരുന്നു. ഒരു കാക്കുവിനെ കണ്ടപ്പോ സോഷ്യൽ മീഡിയയില് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതില് അങ്ങനെ കുറെ ആൾക്കാരെ കണ്ടിട്ട് പെരയില് വിളിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് സ്കൂളില്ലാത്ത ഇപ്പൊ പെരയിലിരിക്കാണ്. അല്ല, ഇപ്പോ MLA മോന് എല്ലാ സഹായം ചെയ്യാം. വീട് എനിക്ക് വീട് അങ്ങനെ എല്ലാ കാര്യങ്ങളും MLA പറഞ്ഞൊരു വീട് നിങ്ങൾക്ക് തരാൻ പറഞ്ഞു, നിൽക്കാൻ നല്ല സ്ഥലം, ഇത് റൂം ശരിയില്ല, അതാണ്. അതുകൊണ്ടല്ലേ. ഉമ്മക്ക് എന്താ അസുഖം ഉള്ളത്? ഉമ്മക്ക് ചുമണ്ട്, പനിയുണ്ട്, മേത്ത് ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ അതുകൂടാതെ നഗരസഭാ ചെയർമാൻ പറഞ്ഞ മാസം മാസം നിങ്ങൾക്കുള്ള ഭക്ഷണത്തിനുള്ള എല്ലാം ഇവിടെ എത്തിക്കാം. അതുകൂടാതെ ഒരു കാര്യം കൂടി നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇവിടെയുള്ള നഗരസഭയുടെ ഫ്ലാറ്റ് ഉണ്ട്, അതിൽ ഒരെണ്ണം നിങ്ങൾക്ക് തരാം. അങ്ങനെ ഉണ്ടെങ്കിലോ? അങ്ങനെ സെറ്റാണ്. അത് നഗരസഭാ ചെയർമാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവോ? തയ്യാറാവും അല്ലേ? എല്ലാവരും എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് എത്തിച്ചു തരുന്നുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എത്തിച്ചു തന്നോ? സൈക്കിൾ തന്നു, റേഷൻ തന്നു, കുറെ സാധനങ്ങൾ. സൈക്കിൾ പുതിയതായിട്ട് തന്നാണോ? പുതിയ വാങ്ങിയെന്നോ? ആരാ തന്നത്? ഒരു കാക്കൊക്കെ വാങ്ങിയെന്നാണ്. തന്നാണല്ലേ? അത് ഇവിടുത്തെ സഫൈന്റെ എന്താ പറയാ MLA എന്താണ് അവര് തന്നതാണല്ലേ? ഏതായാലും എല്ലാവരും കൂടി ഏറ്റെടുത്തിട്ട് കേരളത്തിനോടുള്ള ഈ നാടിനോടുള്ള ഇഷ്ടം കൂടിയ പോലെ. എനിക്ക് ഇവിടെ ഇഷ്ടം. ഞാന് എന്റെ നാട്ടിൽ പോലെ എനിക്ക് ഇവിടെ നിക്കണ്ടേ, എനിക്ക് ഇവിടെ ഇഷ്ടം. എത്ര കാലമായി ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് ആയിട്ട് ഒരു 3-4 വർഷമായി അല്ലേ? ഈ സ്ഥലത്ത് വന്നിട്ട് 3-4 മാസമായി. അതെ അല്ലേ? ഇവിടെ വന്നപ്പോ സ്കൂളിൽ ആരാ ചേർത്ത മോനെ? അതായത് ഞാൻ സ്കൂളിലൊന്നും പോയില്ല, കുറച്ച് ഞാൻ ചായച്ചിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു വക്കീൽ കാക്കു കണ്ടു. അയാളെ കണ്ടിട്ട് എന്നോട് ഇമ്മാനോട് പറഞ്ഞു പോയിട്ട് സ്കൂളിൽ ചേർക്കാനേ. അപ്പൊ ഇമ്മ പോയിട്ട് ചേർത്തു. എങ്ങനെയുണ്ട് പഠനമൊക്കെ? ടീച്ചർമാരൊക്കെ സെറ്റാണ്, മാഷന്മാര്, കൂട്ടുകാരന്മാരൊക്കെ സെറ്റാണ്, എല്ലാവരും സെറ്റാണ്. അപ്പോൾ അവരെല്ലാ സഹായമായിട്ട് കൂടെ ഉണ്ട്. അവൻ പഠിച്ച് മിടുക്കനാവണം. അതായത് ഈ കേരളത്തിനെ അതിരറ്റ് സ്നേഹിക്കുന്നു. ഈ മലയാളികളുടെ ഈ ഇങ്ങനെ ഒരു ചേർത്ത് നിർത്തല്, ഒരുപക്ഷെ MLA ചേർത്ത് നിർത്തി. അതുകൂടാതെ അവനൊരു ഇവിടെയുള്ള ഒരു കാക്കു, ആരാണെന്ന് പറഞ്ഞില്ല, കാക്കു അവന് സൈക്കിൾ ഒരെണ്ണം മേടിച്ച് കൊടുത്തെന്ന് പറഞ്ഞു. പഠിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു അഭിഭാഷകനാണ് ഇവരെ ഉമ്മയോട് പറഞ്ഞ് പഠിക്കാൻ വിടണമെന്ന് പറഞ്ഞപ്പോൾ അവൻ ബോയ്സിൽ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവന്റെ സ്വപ്നം തന്നെ അവൻ പറയുന്നത് ഒരു ബിസിനസ്സുകാരനാണ്. അവനൊരു കുട്ടി സംരംഭകനാണല്ലോ. ചായ വിറ്റ് നടക്കുക, ഉമ്മയും അനിയനെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചായ വിറ്റ് നടന്നതാണ് അവൻ. അപ്പോൾ അതുപോലെ പിന്നീട് അവനൊരു വലിയ ബിസിനസ്സുകാരനാകണമെന്ന ആഗ്രഹമാണ് നമ്മോട് അവൻ പങ്കുവയ്ക്കുന്നത്. എന്തായാലും അവൻ്റെ ആഗ്രഹം പോലെ ഈ കേരളം അവനെ ചേർത്ത് പിടിച്ചു, ഈ പെരിന്തൽമണ്ണ അവനെ ചേർത്ത് പിടിച്ചു. അതുപോലെ എല്ലാ കാലത്തും അവനെ ഈ ചേർത്ത് പിടിക്കലുണ്ടാകുമെന്ന് അവനെ പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവനെ കൈവിടാതെ അവൻ്റെ ആഗ്രഹം പോലെ എവിടെ എത്തുന്നോ അവിടം വരെ എത്തിക്കാൻ എല്ലാവരും ഒപ്പം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്കും അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾ
7ാം ക്ലാസ്സുകാരനായ ഒരു കുട്ടി സംരംഭകനെ നമ്മൾ പരിചയപ്പെട്ടു. അവനോട് സംസാരിച്ചപ്പോഴൊക്കെ കേരളത്തെക്കുറിച്ച് പറയാൻ അവന് 100 നാവാണ്. അവനിവിടെ MLA കുറിച്ചും അതുപോലെ ഇവിടെയുള്ള മറ്റുള്ള ജനപ്രതിനിധികളെ കുറിച്ചൊക്കെ അവൻ പറയുന്നത്, ഞാൻ ഈ നാട്ടിൽ കിട്ടിയ ഈ സ്നേഹം വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ലെന്നാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം MLA ഒക്കെ സന്ദർശിച്ചിരുന്നു. ഒരു ആസാമി ഗുവാഹട്ടിയിലുള്ള ഒരു ബാപ്പ മരിച്ച ഒരു കുട്ടി, അവൻ്റെ ഉമ്മ ഹുസൈൻ, അവൻ്റെ ഉമ്മക്ക് വയ്യാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ആദ്യം സന്ദർശിച്ച് അവന് എല്ലാ സംരക്ഷണവും അവൻ്റെ ഭാവി ശോഭനമാക്കുന്ന എല്ലാ കാര്യവും MLA നേരിട്ട് പോയി പറഞ്ഞിരുന്നു. ഒരുപക്ഷെ നന്മ ചെയ്തുകൊണ്ട് ഒരുപാട് ഉയരെ എത്തുക എന്ന് പറയില്ലേ, അത്രയും ഉയരത്തിലേക്ക് MLA എത്തിപ്പെട്ടതാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്, നാട് മൊത്തം അഭിപ്രായപ്പെടുന്നുണ്ട്. അവനെ കുറിച്ച് എന്താണ് MLAക്ക് പറയാനുള്ളത്? അവൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ എന്തൊക്കെയാണ് MLA ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആ വീഡിയോ കണ്ടാണ് സത്യത്തില് നമ്മളെല്ലാവരുടെയും മനസ്സ് തട്ടിയ ഒരു വീഡിയോ ആയിരുന്നല്ലോ. അപ്പൊ അത് കണ്ടപാടെ ഞാൻ എന്തായാലും ആ കുട്ടിയെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചു പോയി. പക്ഷെ ആ കുട്ടീനെ കണ്ടപ്പോഴാണ് അത്ഭുതപ്പെടുത്തിയത്. കാരണം ഒരു 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ ടാലന്റ് അല്ല അവനുള്ളത്. അവന് എക്സ്ട്രാ കാലിബർ ഉള്ള ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള അതിമിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയാണ്. മാത്രമല്ല അവൻ്റെ ഒരു IQ എന്ന് പറയുന്നതും ഭയങ്കരമാണ്. കാരണം 3 മാസം കൊണ്ട് അതിമനോഹരമായി വെള്ളം പോലെ മലയാളം പറയാൻ പറ്റുന്ന തരത്തിലേക്ക്, അതിന് നമ്മളെ സ്ലാങ്ങിൽ ഒരു നല്ല പെരിന്തൽമണ്ണ സ്ലാങ്ങിൽ അതിന്റെ ഇമ്മ കുടി എല്ലാം അവന് ഒന്നും അവൻ വിട്ടുപോയിട്ടില്ല. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു മനസ്സിന് വല്ലാത്തൊരു കുളിർമ തോന്നി. കാരണം ആ കുട്ടിയുടെ ഒരു ഭാവിയിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഒരിക്കലും അവന് എവിടെയെങ്കിലും പോയി പോകരുത്. അപ്പൊ ആ കുട്ടിയെ നമുക്കൊന്ന് സംരക്ഷിച്ച് നിർത്തണം. മാത്രമല്ല അവന്റെ ഒരു മനസ്സിൽ കേരളം നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പം ഈ നാട് വിട്ടു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി. പിന്നെ മാത്രമല്ല അവന് കുറച്ചുകൂടി സോഷ്യലൈസ് ചെയ്യട്ടെ. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ്. അതുപോലെ അപ്പം ഇതെല്ലാം സാഹചര്യങ്ങളാണ്. അപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ പലരും എന്നെ ബന്ധപ്പെട്ടു, ഞങ്ങൾ സഹായിക്കാം അങ്ങനെ. അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഇപ്പൊ അവനൊരു സാമ്പത്തികമായ സഹായമല്ല വേണ്ടത്, അവനൊരു ഇമോഷണൽ സപ്പോർട്ടാണ്, വൈകാരികമായ അതെ പഠിക്കാനുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ അവനൊരു അനാഥനായ കുട്ടിയല്ലേ. അപ്പൊ ഒരു വൈകാരികമായ പിന്തുണയാണ് നമുക്കൊരു കൊടുക്കാൻ പറ്റുന്ന പ്രധാന കാര്യം. അപ്പൊ ഞാൻ ഒന്നാമത് ആ കുട്ടിയെ ഒന്ന് ചേർത്ത് നിർത്തി ആ ഒരു വൈകാരിക പിന്തുണ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഇപ്പൊ അവര് വളരെ ഇടുങ്ങിയ, ഞങ്ങൾ കണ്ടല്ലോ, വളരെ ഇടുങ്ങിയ ഒരു മുറിയിൽ കിച്ചണും എല്ലാം കൂടി ചേർത്ത് വെച്ച ഒരു ചെറിയ മുറിയിലാണ്. അവിടുന്ന് അവനൊന്ന് മാറ്റി കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു വാടകയ്ക്കുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റണം. അത് പേഴ്സണലി ഞാൻ തന്നെ അത് ചെയ്യണം എന്ന് വിചാരിക്കുകയാണ്. കാരണം അത് വേറെ ഒരു പണപ്പിരിവ് അവൻ്റെ പേരിൽ നടക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആവശ്യമില്ല. പിന്നെ അവരുടെ കുടുംബത്തിന് ജീവിക്കാൻ ഒരു ചെറിയ ഭക്ഷണത്തിനുള്ള സൗകര്യം മതി. അപ്പൊ അതും നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ ബാക്കി എല്ലാവരും ആരൊക്കെ അവനെ സഹായിക്കേണ്ട അതൊക്കെ നല്ലത്. പക്ഷെ അവന് കുറെ പൈസ കൊടുക്കലല്ല അവന്റെ ആവശ്യം. അല്ലെങ്കിൽ അങ്ങനെ ഒരു പൈസ അവന്റെ കയ്യിൽ എത്തിയാൽ അവന് ആ സുരക്ഷിതത്വം പോവുകയാണ് ചെയ്യുക, ബുദ്ധിമുട്ടാവുകയാണ് ചെയ്യുക. പകരം അവർക്ക് വേണ്ട ഒരു അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവൻ നന്നായി പഠിക്കട്ടെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നന്നായി പഠിപ്പിക്കുക, നമ്മളൊക്കെ കൂടെ ഒന്ന് ചേർത്ത് നിർത്തി കൊണ്ടു നടക്കുക. അപ്പൊ അതിനൊക്കെ അവർക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയട്ടെ, ഇപ്പൊ ഞങ്ങൾ അവനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവന്റെ സ്വപ്നം എന്താണെന്ന് വെച്ചപ്പോ ഒരു ബിസിനസ്സുകാരനാവണം. കുട്ടി സംരംഭകനായി പറയപ്പെട്ടല്ലോ, ചായ വിറ്റ്. അപ്പോൾ ബിസിനസ്സുകാരനാവണം. പിന്നെ ഞാൻ അവനോട് പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ നഗരസഭയിൽ തന്നെ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്, നിനക്ക് ഉമ്മാക്ക് ഇരുന്ന് ഒരു കച്ചവടം നടത്താവുന്ന ഒരു സംവിധാനം വേണമെങ്കിൽ അവർ ഒരുക്കി കൊടുക്കുക. അപ്പോൾ MLAയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ അവൻ്റെ ഉമ്മയ്ക്ക്, അതായത് ഇപ്പോൾ നമ്മുടെ ബൈപ്പാസിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ബങ്ക് പോലെ ഒരു കടമുറി തുറന്നു കൊടുത്ത് അവന് കടമുറി കിട്ടണമെന്ന് അവന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ചെയ്താൽ അവൻ്റെ ഉമ്മയ്ക്ക് ഒരു ജോലിയായി. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ MLA കൊണ്ട് സാധിക്കും? അല്ല, ഞാനിപ്പോ ആലോചിക്കുന്നത്, ഇപ്പൊ അവർക്ക് അവരുടെ ജീവിത വരുമാനത്തിന് വേണ്ട ഒരു സംവിധാനം നമുക്ക് തന്നെ ചെയ്തു കൊടുക്കാം. അവൻ ചെറിയ കുട്ടിയല്ലേ. അപ്പൊ അവനെ വേറൊരു കച്ചവടത്തിനോ കാര്യത്തിനോ വിടുന്നതിന് പകരം അവൻ കൂടുതൽ അവന്റെ കുട്ടികളുടെ കൂട്ടുകാരായിട്ടൊക്കെ ഉള്ള ഒരു ബന്ധം മെച്ചപ്പെടുത്തി അവൻ കൂടുതൽ നന്നായിട്ട് കളിച്ചു വളരട്ടെ. അപ്പോൾ പഠിച്ചും വളരട്ടെ. അതോടൊപ്പം അവൻ എന്താണോ ഭാവിയിൽ അവന്റെ അംബിഷൻ, അതിനനുസരിച്ച് അവനെ ഗൈഡ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവനെ കൊണ്ടുപോകാം. പിന്നെ അവന് 3 കാര്യങ്ങളാണ് പറഞ്ഞത് എന്നോട് ആദ്യം സംസാരിക്കുമ്പോൾ. ഒന്ന്, അവന്റെ ഉമ്മാനെ അവന് നോക്കണം. രണ്ടാമത്തത്, അവന് പഠിക്കണം. പഠിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു കാര്യമാണ്. കാരണം ഞാൻ ഈ മണ്ഡലത്തിൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഒരു ആസാമിൽ നിന്ന് വന്ന ഒരു കൊച്ചു പയ്യൻ എന്നെ പഠിപ്പിക്കുകയാണ്. ഏത് പഠിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പം
അങ്ങനെ ഒരു കുട്ടി ജീവിതത്തിലേക്ക് വരട്ടെ. അപ്പൊ അവൻ നമ്മളെ പെരിന്തൽമണ്ണന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ആവട്ടെ. അങ്ങനെ ലോകത്തിന് മുമ്പിൽ നമുക്ക് പെരിന്തൽമണ്ണക്കാർക്ക് ഭാവിയിൽ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു ഹുസൈൻ ബോൾട്ട് ആവും അവൻ എന്നാണ് ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും MLA അവനെ ചേർത്ത് പിടിക്കുക മാത്രമല്ല, അവന് വേണ്ടി സൗകര്യങ്ങളൊരുക്കും. ഇപ്പോൾ തൽക്കാലത്തേക്ക് അവന് സുരക്ഷിതമായ MLAയുടെ സ്വന്തം ചെലവിൽ അതിനുവേണ്ടി പണപ്പിരിവോ നടത്തി കുറെ പണം അവന്റെ കയ്യിലേക്ക് ചെല്ലുന്നത് സുരക്ഷിതമല്ല. MLA തന്നെ അവനൊരു വാടകയ്ക്കുള്ള സുരക്ഷിതമായ വീട് കണ്ടെത്തി അവിടേക്ക് അവരുടെ താമസം മാറ്റും. ഉമ്മയുടെ ചികിത്സ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കും. അത് പിന്നീട് അവൻ ഏതറ്റം വരെ പഠിക്കുന്നോ, ഒരുപക്ഷെ IAS അക്കാദമിയിൽ എത്തുന്ന തരത്തിൽ ഭാവിയിൽ അവൻ സ്വപ്നം കാണാത്ത അത്രയും ഉയരത്തിൽ എത്തിക്കാൻ അവനോടൊപ്പം ഉണ്ടാകുമെന്നാണ് നജീബ് കാന്തപുരം MLA ഉറപ്പ് നൽകുന്നത്. ആ ഒരു ഉറപ്പ് വലിയൊരു ഉറപ്പാണ്. വലിയൊരു മനുഷ്യനാണ് ഞാനെന്നല്ല, സമൂഹത്തോട് പറയുകയാണ്, ഞാൻ ഇതിനൊക്കെയാണ് ഈ പെരിന്തൽമണ്ണയിൽ എത്തിയതെന്ന് കൂടിയാണ് നജീബ് കാന്തപുരം MLA എല്ലാവരോടും പറഞ്ഞു വെക്കുന്നത്. ഏതായാലും അത് വലിയൊരു കാര്യമായിട്ട് തന്നെ എല്ലാവരും എടുക്കുന്നു. വളരെ സന്തോഷം. ആ നന്മ എന്നും തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jam June Hypermarket, exceeding expectations.